സെപ്റ്റംബർ 8 പരിശുദ്ധി അമ്മയുടെ പിറവി തിരുനാൾ. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. പരിശുദ്ധി അമ്മ അമലോത്ഭവയാണ്. എന്താണ് അമലോത്ഭവ എന്നാൽ അർത്ഥം? അവളുടെ മാതാപിതാക്കളുടെ, അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം തൊട്ട് ഷീസ് ഇമ്മാക്കുലേറ്റ്. അവൾ പാപമില്ലാത്തവളാണ്, അമലോത്ഭവയാണ്, അമലയായി ഉദ്ഭവിക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. അതെങ്ങനെയാണ് അവൾക്ക് സാധിച്ചത്? ഈശോയ്ക്ക് മുമ്പ് ആരുമില്ല അങ്ങനെ പാപം കൂടാതെ ജനിച്ചവർ ആരുമില്ല. എന്താ കാര്യം? ഉത്ഭവ പാപത്തിന്റെ ആ പാപചായ്വ്, ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സിൻ, അതെല്ലാവരിലും ഉണ്ട്. അപ്പൊ പിന്നെ മറിയം എങ്ങനെയാ പാപം കൂടാതെ ജനിച്ചത് എന്ന് പിറവി തിരുനാൾ ആഘോഷിക്കുകയല്ലേ? മറിയം എങ്ങനെയാ പാപം കൂടാതെ ജനിച്ചത്? അതിന്റെ ഉത്തരം സഭ പഠിപ്പിക്കുന്നത്, അതിനുശേഷം ഒരു 33 വർഷം കഴിഞ്ഞ് നടന്ന ഒരു കുരിശുമരണം ഇല്ലേ, ആ കുരിശുമരണത്തിന്റെ യോഗ്യതകളെ പിതാവായ ദൈവം നേരത്തെ എടുത്ത് ആർക്ക് കൊടുത്തു? മറിയത്തിന് കൊടുത്തു. അങ്ങനെ അവൾ അമലോത്ഭവയായി. നമ്മളും അമലോത്ഭവരാണ്. എപ്പോൾ മുതൽ? മാമോദീസ മുതൽ. എന്താ കാര്യം? കുരിശുമരണത്തിന്റെ യോഗ്യതകളെ സഭ എടുത്ത് നമുക്ക് നൽകുമ്പോ ഉത്ഭവ പാപത്തിന്റെ കറകൾ മാഞ്ഞുപോയി, നമ്മളും നിർമ്മലരാകുന്നു. അതേ പ്രോസസ്സാണ് അവിടെ സംഭവിച്ചത്. കുരിശുമരണത്തിന്റെ യോഗ്യതകളെ നേരത്തെ എടുത്ത് മറിയത്തിൽ നിക്ഷേപിച്ചു. അങ്ങനെ അവൾ അമലോത്ഭവയായി. എന്തിനായിരിക്കണം അവൾ അമലയായി പാപമില്ലാതെ ജനിച്ചത്? അതിന്റെ കാരണം, വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടാൻ പോവാണ് ആര്? മറിയം. അതറിയാവുന്ന ദൈവം ആ നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ തക്കവിധമുള്ള കൃപകളെ മറിയത്തിൽ നേരത്തെ നിക്ഷേപിച്ചു. അവളുടെ ജീവിതം കൊണ്ട് അവൾ പൂർത്തിയാക്കേണ്ട നിയോഗങ്ങൾ, അത് ഏറ്റവും വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ പൂർത്തിയാക്കാൻ വേണ്ട കൃപയെ, ഗ്രേസ്, ദൈവം നേരത്തെ തന്നെ മറിയത്തിൽ നിക്ഷേപിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പൂർത്തിയാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന നിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ തക്കവിധമുള്ള കൃപയെ നീ എന്നിൽ നേരത്തെ തന്നെ നിക്ഷേപിക്കണേ. നമ്മളെന്താ ചെയ്യാറുള്ളേ? ഒരു പ്രശ്നം വരുന്നു, ഒരു തടസ്സം ഉണ്ടാകുന്നു, ആ നേരത്തെ പ്രാർത്ഥിക്കുന്ന, കർത്താവേ പ്രശ്നമുണ്ട്, കൃപ തായോ, സഹായിക്കോ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ? അങ്ങനല്ല പ്രാർത്ഥിക്കേണ്ടത്. നേരത്തെ കൂട്ടിത്തരണേ. എൻ്റെ ജീവിത വഴികളിൽ വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കർത്താവേ നിനക്കറിയാമല്ലോ. ആ കാര്യങ്ങളെ നിന്റെ കൈപിടിച്ച് നടന്ന് അതിജീവിക്കാനുള്ള കൃപ, ശക്തി എനിക്ക് നീ നേരത്തെ തരണമേ എന്ന് നമുക്ക് ദൈവത്തിനു മുമ്പാകെ പ്രാർത്ഥിക്കാം. കൃപയിൽ നമുക്ക് വളരാം. ലെറ്റ്സ് ഗ്രോ ഇൻ ഗ്രേസ്. ലെറ്റ്സ് ഗ്രോ ഇൻ ഗ്രേസ്.